ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം പുണ്യ റസൂലിനെ നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും കവി അലങ്കരിച്ച് എഴുതിയതെന്നായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വെറും ഭാവനയെന്ന്? അല്ലല്ലല്ല, മെഹ്റാജിന്റെ രാത്രി സംഭവിച്ചതാണ്. ചാന്ദ് താരേ ക്യാ ദേഖ്തേ രഹ് ഗയേ, ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടുത്തെ നോക്കി നിന്നുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ പകല് കാണും, ഉറങ്ങിയിട്ടാണ് എല്ലാവരും കിനാവ് കാണുക. അതിന് വലിയ മഹാത്മാക്കൾ. കൽബുള്ളവന് കണ്ണുകൊണ്ട് അവിടെ ഇരുന്ന് കാണും, കണ്ടിരിക്കും. പക്ഷേ ആളതിന് യോഗ്യനായിരിക്കണം. ചാന്ദ് താരേ ക്യാ ദേഖ്തേ രഹ് ഗയേ, ചന്ദ്രനും നക്ഷത്രങ്ങളും നോക്കി തന്നെ നിന്നു. ഉൻകോ അർസോ സമാ ദേഖ്തേ രഹ് ഗയേ, ഭൂമിയും ആകാശവും അവിടുത്തെ നോക്കി നിന്നു. അല്ലാഹ്, മെഹ്റാജിന്റെ രാത്രി അത്ഭുതല്ലേ? ഭൂമുഖത്തുനിന്ന് മനുഷ്യരുടെ ഒരു നേതാവ് ശൂന്യാകാശത്തേക്ക് വരികയാണ്. ഒരാൾക്കും അങ്ങോട്ട് കയറാൻ പറ്റൂല, ആരും കയറിയിട്ടില്ല. മലക്കുകളുടെ ലോകം, മലക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്തടത്തേക്കും വരികയാണ്. പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. വദ്ദുഹ എന്ന സൂറത്ത് ഓതിക്കൊണ്ട് ജിബ്രീലും ആ മുഖം നോക്കി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ നയിക്കുന്ന ആളാരാ? ജിബ്രീലാണ്. ജിബ്രീൽ റസൂലിന്റെ അടുക്കലേക്ക് പോണ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പദവിയാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടവർക്ക് വേറെ ലഹരി ആവശ്യമില്ല. ഭൂമിയിൽ ഉൾക്കൊള്ളണം. രാത്രി ഇതിൽ ജീവിക്കാം, പകൽ ഇതിൽ ജീവിക്കാം. ശത്രുതകളെ മുഴുവൻ ഇതുകൊണ്ട് നേരിടാം. എന്തിനും ഇത് മരുന്നാക്കാം. ഒറ്റക്കിരിക്കുമ്പോ ഇതിനെ കൂട്ടുകാരനാക്കാം. പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നോക്കി നിന്നു. വദ്ദുഹ, പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം. വദ്ദുഹ വല്ലൈലി ഇദാ സജാ, വദ്ദുഹ പൂർവാഹനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം. വല്ലൈലി ഇദാ സജാ, രാവിനെ കൊണ്ട് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയേ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഓതിയിട്ട് ജിബ്രീല് പടുക്കെ റൂഹുൽ അമീൻ സൂറയെ വദ്ദുഹ, സൂറത്തെ മുസ്തഫ ദേഖ്തേ രഹ് ഗയേ. വദ്ദുഹ സൂറത്ത് ഓതിക്കൊണ്ട് ജിബ്രീൽ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സല്ലല്ലാഹു അലൈഹി സല്ലി അലാ നബിയിനാ സല്ലി അലാ മുഹമ്മദിൻ ഇമാമത്കി ശബ് വസഫേ അംബിയ. ഇമാമത്തിന്റെ ഒരു രാത്രി, മെഹ്റാജ് തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രാ കഴിഞ്ഞു. ബൈത്തുൽ മഖ്ദിസിലെത്തി. ഓർക്കണം, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, അന്നത്തെ ബൈത്തുൽ മഖ്ദിസ്, ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദിസ്, അന്നത്തെ ഖുദ്സ്, ഇന്നത്തെ ഖുദ്സ്. എല്ലാറ്റിനും ഒരു പരിഹാരം വരും. അല്ലാഹു സർവശക്തനാണ്. അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. ഓ ഇമാമത്ത് കി ശബ്, ഇമാമത്ത് നിന്ന ആ രാത്രി. വസഫേ അംബിയ, അംബിയാക്കളാണ് സഫ് കെട്ടിയിട്ടുള്ളത്. ഈ ലോകത്തെ ഏറ്റവും വലിയ നിസ്കാരം അന്നത്തെ രാത്രി നടന്നു. ആദം മുതൽ എല്ലാവരും പിറകിൽ നിൽക്കണം. ഇബ്രാഹിം പിറകിൽ നിൽക്കണം. മൂസയും ഈസയും ഇസ്ഹാഖും ഇസ്മായിലും ശുഐബും ഹൂദും നൂഹും മൗമൂമായിട്ട് സഫ് കെട്ടുമ്പോ അന്നത്തെ ഒരു രാത്രി. ഓ ഇമാമത്ത് കി ശബ്, ആ ഇമാമത്തിന്റെ രാത്രി. വസഫേ അംബിയ, അംബിയാക്കൾ സഫ് കെട്ടുമ്പോ മുഖ്തദി മുഖ്തദ, പിന്നിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഇമാമിനെ ദേഖ്തേ രഹ് ഗയേ.
എല്ലാ സഫിലുള്ള അമ്പിയാക്കളും ഇമാമിനെ നോക്കിക്കൊണ്ടേ നിന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്തദി മുഖ്തദാ ദേഖ്തേ രഹ് ഗയേ. മുഅ്മിനീങ്ങൾ മുഴുവൻ ഇമാമിനെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹ് വല്ലാത്തൊരു നേരം. അള്ളാഹു നമ്മളെ ദോഷങ്ങൾ പുറത്തിരട്ടെ. അള്ളാഹ് നോക്കണ്ട നമ്മളപ്പോ. അള്ളാഹ് നമ്മളെ നല്ലോണം ശ്രദ്ധിക്കും. അവന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുമ്പോ ഇതൊക്കെ സത്യല്ലേ? അള്ളാഹ് കൊണ്ടുപോയിട്ട് ഇമാമത്താക്കി നിർത്തിയില്ലേ? അല്ലെങ്കിൽ നിൽക്കേണ്ടവർ വേറല്ലേ? ആദമല്ലേ, ഇബ്രാഹിമല്ലേ, ഈസല്ലേ, മൂസല്ലേ? അവരൊക്കെ മഹത്തുക്കളല്ലേ? ഉലുൽ അസ്മല്ലേ? ഓ ഗയേ അർശ് തക്, അവിടുന്ന് അർശിലോളം പോയി മെഹ്റാജിൽ. ഓ ഗയേ അർശ് തക് ഔർ റൂഹുൽ അമീൻ സിദ്റത്തുൽ മുൻതഹ ദേഖ്തേ രഹ് ഗയേ. ജിബ്രീൽ സിദ്റാ മരത്തിന്റെ അടുത്ത് എത്തുമ്പോ അവിടുന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇനി ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മേലോട്ട് പോയാൽ എന്റെ ചെറുകുകൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞു. അള്ളാന്റെ വഹ്യ് കൊണ്ടുവരുന്ന മലക്ക് അള്ളാന്റെ ഏറ്റവും സമീപസ്ഥനാണ്. മുഖറബ്, കരീബ്, ഏറ്റവും അടുത്താണ്. ഏറ്റവും പ്രൈവറ്റായ ആള്. പ്രൈവറ്റായ അടുത്ത ആൾക്കും ഒരു പരിധിയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. റസൂൽ അവിടുന്ന് പോവാണ്. ഓ ഗയേ അർശ് തക്, അള്ളാന്റെ സിംഹാസനം വരെ. ഔർ റൂഹുൽ അമീൻ, അത് കണ്ടിട്ട് ജിബ്രീൽ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ മരത്തിന്റെ അടുക്ക് ദേഖ്തേ രഹ് ഗയേ. എങ്ങോട്ടായി പോണത്? എന്തൊരു ഉയർച്ചയാണിത്, എന്തൊരു ആരോഹണമാണിത്! മനുഷ്യവർഗത്തിന്റെ തിരുനായകനെ, ലോകത്തിന്റെ വിമോചകനെ, മുഴുവൻ സത്യത്തിന്റെയും തിരുവാഭരണമേ, ലോകത്തിന്റെ പ്രവാചകനെ, ലോകത്തിന്റെ നായകനെ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ, ആദിയായ തുടക്കത്തിലും അങ്ങ് തന്നെ നായകൻ, ലോകത്തിന്റെ മധ്യചരിത്രത്തിലും അങ്ങ് തന്നെ നായകൻ, ഇനി നാളെ അന്ത്യനാളായ ഖിയാമത്തിലും അങ്ങ് തന്നെ നായകൻ, ആദിമധ്യാന്തങ്ങളിലെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാ ഖബർ കിസ്കോ ജബ് ജാമെ കൗസർ മിലാ. ഹൗദുൽ കൗസറിങ്കൽ എല്ലാവരും പാനീയത്തിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുമ്പോ ആരറിഞ്ഞു ആർക്കൊക്കെ ഹൗദുൽ കൗസറിലെ പാനീയം കിട്ടിയെന്ന്? ക്യാ ഖബർ, എന്ത് വിവരം? കിസ്കോ ജബ് ജാമെ കൗസർ മിലാ, എപ്പോഴാണ് കോപ്പ കിട്ടിയതെന്ന് ആരറിഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരറിഞ്ഞു? ആർക്കാണ് ഹൗദുൽ കൗസറിന്റെ കോപ്പ ലഭിച്ചതെന്ന്? എപ്പോഴാണ് ലഭിച്ചതെന്ന്? കോപ്പ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോപ്പുണ്ട്. കുറച്ച് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ചഷകം. ഹൗദുൽ കൗസറിലെ മധു ചഷകം ആർക്ക് എപ്പ ലഭിച്ചുവെന്ന് ആരറിഞ്ഞു? ഹം തോ ഉൻകി അദാ ദേഖ്തേ രഹ് ഗയേ. ആർക്കാണ് കോപ്പ ലഭിച്ചതെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അവിടുത്തെ നോക്കിക്കൊണ്ടേയിരുന്നു. വിളമ്പുന്ന പുണ്യ റസൂലിനെ നോക്കിക്കൊണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ ഹൗദുൽ കൗസറിൽ ഉമ്മ വാപ്പാമാരൊക്കെ ഒരുമിച്ച് വിട്ടട്ടെ. പാവപ്പെട്ട വാപ്പാനെ ഓർക്കുക. ഒരു വാപ്പുണ്ടായിട്ടുണ്ടല്ലോ എല്ലാവർക്കും, ഒരു ഉമ്മ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അവരിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്, അവരുടെ ഖൈറുകളാണ്. മക്കൾക്ക് സ്വന്തം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒക്കെ മാതാപിതാക്കളുടെ തുടർച്ച മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാനിതാ നിൽക്കണം. നിങ്ങളിപ്പോ കാണുന്നത് അബ്ദുൽ ഹമീദ് ഹൈദരി എന്നൊരു മനുഷ്യനെ വിശ്വസിച്ചോളൂ. ഈ രക്തം ആ വക, ഈ ശരീരം ആ വക. ഉപ്പാനെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത കുറച്ച് പണി അല്ലാഹു തആല ഉപ്പാന്റെ പിറകെ എനിക്ക് തന്നു, എന്നെ അനുഗ്രഹിച്ചു. അതായിരിക്കും ഉപ്പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം. ഇപ്പൊ പ്രസംഗിക്കുന്ന സദസ്സിൽ വെള്ളച്ചായ കുടിച്ചിട്ട് പകുതി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എനിക്ക് തരും, അത് കുടിച്ചടാ എന്ന് പറയുന്നത്.
എന്നാ മക്കളെ പ്രശംസിക്കൂല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു നേരം, എല്ലാവരും മാതാപിതാക്കൾ ഓർക്കാൻ. BA റാങ്ക് കിട്ടിയിട്ട് പാനെ കാണാൻ ചെന്നു. അപ്പൊ സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണം. അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഹദീദ് കിതാബ് നോക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. വലിയ വലിയ പണ്ഡിതന്മാര് വീട്ടിൽ വരും അസറിന്റെ ശേഷം സിഹാഹു സിത്ത നോക്കാൻ, ഹദീദ് നോക്കാൻ. സഹീഹ് ബുഖാരി നെഞ്ചത്ത് വെച്ച് കിടക്കണേ ഒരു പിതാവിന്റെ അടുത്ത് പോയിട്ടൊരു മകൻ, അന്ന് അങ്ങാടിയിലൊക്കെ എന്റെ ഫോട്ടോ തൂങ്ങി കിടക്കുന്നുണ്ട് പത്രത്തിൽ, ഫസ്റ്റ് പേജിൽ BA ഫസ്റ്റ് റാങ്ക്. അത് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിച്ചു, പേടിച്ചിട്ട്. റാങ്ക് കിട്ടിയ കാര്യം പറയാൻ പിതാവിനോട് പറയാൻ സന്തോഷമല്ലേ വേണ്ടത്. ചെന്നിട്ട് വിളിച്ചു, പാന്ന് വിളിച്ചു, മൂളി. പിന്നെ മെല്ലെ അങ്ങനെ പറഞ്ഞു, എനിക്കൊരു റാങ്ക് ഉണ്ട്. മറുപടി ഒന്നും പറഞ്ഞില്ല, ഒരു സന്തോഷം പറഞ്ഞില്ല. പിന്നെ ഹദീത്ത് നോക്കിക്കൊണ്ടിരുന്നു, സഹീഹ് ബുഖാരി, റസൂലുള്ളാഹിന്റെ ഹദീത്ത് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചേരം കൂടി നിന്നു, എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു പോന്നു. 3 വട്ടം പറഞ്ഞിട്ടും മറുപടി ഇല്ലാതെ കണ്ടപ്പോ തിരിച്ചു പോന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് എന്റെ കൈ കൊണ്ട് കിട്ടിയതല്ല, ഞാൻ ദ്വാരന്നിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു. അതായിരുന്നു മറുപടി. അതും കേട്ട് മടങ്ങി. ദുബായിൽ ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിക്കുന്നു, മുഖം കാണുന്നില്ല. ഞാൻ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയിരിക്കുന്നു. ഞാൻ പിറകെ പോയിരുന്നു. കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് തടിയുണ്ട്. ഈ കാലിന്റെ ആളെനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, വെറുതെ ഒരു തോന്നൽ തോന്നുന്നു. പ്രസംഗിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, ഞങ്ങളപ്പാന്റെ ശിഷ്യനാ, ഞാൻ അസറിന്റെ ശേഷം നിങ്ങളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഉപ്പാനെ കാണാൻ, ഹദീസ് നോക്കാൻ. അന്ന് ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോ കണ്ട കാലാണ്. വർഷങ്ങൾക്ക് ശേഷം ദുബായിലെ സ്റ്റേജിൽ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ പിറകുന്ന കാല് വെച്ചിട്ടാണ് ഞാൻ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. മാഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ? മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, അവരെ ഖബറുകൾ അല്ലാഹു പ്രകാശം കൊണ്ട് നിറക്കട്ടെ.